സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ഇതിന്റെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യമാണ്. ടെക്നീഷ്യം. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷമാണ്. പ്രകാശവർഷം. ഗോവയിലെ ഔദ്യോഗിക ഭാഷ. ഗോവയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? കൊങ്കണിയാണ്. കൊങ്കണിയാണ് ഗോവയുടെ ഔദ്യോഗിക ഭാഷ. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. ലോകസഭയ്ക്ക് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ ആണ്. ഹൗസ് ഓഫ് പീപ്പിൾ. ലോകസഭയ്ക്ക് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു മൈൽ എന്നത് എത്ര കിലോമീറ്റർ ആണ്? 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നത്. 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നത്. ലിത്താർജ് എന്തിൻ്റെ അയിരാണ്? ലിത്താർജ്. ലിത്താർജ് എന്തിൻ്റെ അയിരാണ്? കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായരാണ്. പാല നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡമ്മി എന്ന പദം ബ്രിഡ്ജാണ്. ബ്രിഡ്ജ്. ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? AD 1663 കൊച്ചി ഭരണം ഡച്ചുകാര് കൈയടക്കിയത്. 1663. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മണിപ്രവാളം ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ്? മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. മനില. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ഏതാണ്? ദ്രോണാചാര്യ അവാർഡാണ്. ദ്രോണാചാര്യ അവാർഡാണ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി സംരക്ഷണമാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണം. കൂട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം. കൂട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ക്ഷേത്രമാണ്? കൂടൽ മാണിക്യ ക്ഷേത്രമാണ്. കൂടൽ മാണിക്യ ക്ഷേത്രമാണ് കൂട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം. കൂടൽ മാണിക്യ ക്ഷേത്രം. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഒളിമ്പിക് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. 5. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ പ്രദോക്ഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്.
ശുക്രൻ. അടുത്ത ചോദ്യം, ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ആംഫോടെറിക് എന്നാണ്. ആംഫോടെറിക്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് ആംഫോടെറിക്. ലോക മാതൃഭാഷാ ദിനം എന്നാണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ന്യൂമിസ്മാറ്റിക്സ് എന്നത് നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂമിസ്മാറ്റിക്സ് നാണയത്തെക്കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? ന്യൂമിസ്മാറ്റിക്സ്. ലോക പോളിയോ ദിനം എന്നാണ്. ലോക പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24 ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയയാണ്. അമോണിയയാണ് ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. സ്ഫിഗ്മോ മാനോമീറ്റർ എന്തിനുള്ളതാണ്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. അടുത്ത ചോദ്യം, കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു ഏതാണ്? കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത് മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയയാണ്? മൈക്രോ ബാക്ടീരിയം ലെപ്രെ. മൈക്രോ ബാക്ടീരിയം ലെപ്രെ. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നതാണ് ഗട്ടേഷൻ. അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായിട്ട് അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര്? അടിലഹള എന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായിട്ട് അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തുവാണ് എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റൻ. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തുവാണ് എഥൈൽ മെർക്യാപ്റ്റൻ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിനാണ്. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര്. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. മന്നത്ത് പത്മനാഭന്റെ ജീവശിഖ ജാഥ പുറപ്പെട്ട സ്ഥലം. മന്നത്ത് പത്മനാഭന്റെ ജീവശിഖ ജാഥ പുറപ്പെട്ടത് എവിടെ നിന്നുമാണ്? അങ്കമാലിയിൽ നിന്നുമാണ് ജീവശിഖ ജാഥ പുറപ്പെട്ടത്. മന്നത്ത് പത്മനാഭന്റെ ജീവശിഖ ജാഥ പുറപ്പെട്ട സ്ഥലം ഏതാണ്? അങ്കമാലി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് കരുണ. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം കരുണ. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദര നിമിത്തമെന്ന് പരിഹസിച്ചത് ആരാണ്? വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദര നിമിത്തമെന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവിയാണ്. വക്കം മൗലവിയാണ് എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രഖ്യാപിച്ചത്.
ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഉദ്യാന വിരുന്ന് എന്ന കൃതി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരാണ്? കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിന്റെ സ്ഥാപകൻ. സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. 603 ദിവസം. ആർക്കാണ് മാതാപിതാക്കൾ മുടിച്ചൂടും പെരുമാൾ എന്ന് പേരിട്ടത്? അയ്യ വൈകുണ്ഠറാണ് മുടിച്ചൂടും പെരുമാൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ടെത്തിയത് വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ടെത്തിയത് ആരാണ്? വിനോബ ഭാവെ. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ്? യോഗക്ഷേമ സഭയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്. യോഗക്ഷേമ സഭ. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ടോർച്ചിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്നത് ക്രൂക്സ് ഗ്ലാസ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ്? ക്രൂക്സ് ഗ്ലാസ് ആണ്. അവസാനത്തെ ചോദ്യം, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഗ്ലാസ് ആണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? സേഫ്റ്റി ഗ്ലാസ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.